ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനേ കുറെ അമ്പലങ്ങളിൽ നേർച്ച നടന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. സുമിത്രേ, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. ആ നവീന്റെ കാര്യം അറിഞ്ഞിട്ട് വിളിക്കാന്നും പറഞ്ഞല്ലേ പോന്നത്. എന്തായി നന്ദ? മോളെ കണ്ടു അമ്മേ. അത് കൃഷ്ണമോള് തന്നെയാ. നന്നായി. നവീന്റെ പേരില് ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സിരിച്ചേച്ചി, ദേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടല്ലോ. ഈ പുതിയ മേക്ക് ഓവറില് ഗാഥ ശ്രീനിവാസ് കളരിക്കല് കയറി ചെല്ലുമ്പോ അവരൊക്കെ ഒന്ന് ഞെട്ടണം. ഇത്രയും ദിവസം അവര് കണ്ടോണ്ടിരുന്നത് ആ കൃഷ്ണയുടെ കരിപിടിച്ച മുഖം അല്ലേ? എനിക്ക് നേരെ മറിച്ച അഭിപ്രായം. എന്ത് മറിച്ച അഭിപ്രായം? അതെന്താ? അല്ല മാഡം, കൃഷ്ണയുടെ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ ആണല്ലോ കളരിക്കൽ വീട്ടുകാർക്ക് ഇപ്പൊ പരിചയമുള്ളത്. പെട്ടെന്നൊരു ചേഞ്ച് വന്നാ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നാലോ? എന്തെങ്കിലും സംശയം തോന്നിയാലോ? സംശയം തോന്നാനോ? എന്നെയോ? നോ ചാൻസ്. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടിന്യൂ. കളരിക്കലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് അവളവിടെ ഉണ്ടാക്കി വെച്ച കുറച്ച് വൃത്തികെട്ട സിസ്റ്റംസ് ഉണ്ട്. അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യാന്നുള്ളതാ. അവൾക്ക് നവീനെ പോലെ ഒരാളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. ഓക്കെ, പൂജ ചെയ്യാനൊക്കെ ആള് ഭയങ്കര മിടിക്ക. ബട്ട് നവീനെ പോലെ ഒരു വലിയ ബിസിനസ്മാന്റെ ഭാര്യയാവാൻ, ആ കൾച്ചറിനനുസരിച്ച് പെരുമാറാൻ അവളെ കൊണ്ട് എങ്ങനെ പറ്റും? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മുതല് കുറേ ദിവസത്തേക്ക് നവീനെ ഓഫീസിലേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ലെന്ന്. എനിക്ക് നവീനെ കൂട്ടി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കളരിക്കലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനൊന്നും ഗാഥ ശ്രീനിവാസിനെ കിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൈ ഈസ് ദ ലിമിറ്റ്. പോകാവുന്നിടത്തോളം നവീനെ കൂട്ടി എനിക്ക് പറക്കണം. സിനിച്ചേച്ചി നോക്കിക്കോ. സിനിച്ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? കൃഷ്ണയ്ക്ക് പകരം കളരിക്കലേക്ക് ഞാൻ പോകുന്നത് സിനിച്ചേച്ചിക്ക് സത്യത്തിൽ സന്തോഷാണോ ഓർ സാഡാണോ? സങ്കടാണ്. അതെനിക്ക് മുഖം കണ്ടാൽ അറിയാം. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇവൻ എന്റെ മമ്മിക്ക് പോലും. നമ്മൾ ഒരുത്തിയെ വാടകയ്ക്ക് എടുത്ത അവള് ചെയ്യുന്നതെല്ലാം നമ്മൾ കൊടുത്ത കൂലിക്കുള്ള ജോലിയാ. അത് കഴിഞ്ഞു കഴിഞ്ഞാ ഫോർഗെറ്റ് ഓൾ തിങ്സ്, നോ സെന്റിമെന്റ്സ്. അല്ലെങ്കിൽ തന്നെ കാശിനു വേണ്ടി എന്ത് വേഷം കെട്ടുന്ന ഇവളുമാരോടൊക്കെ എന്തിനാ സെന്റിമെന്റ്സ്? അങ്ങനൊന്നും പറയരുത് മാഡം. വേറൊരു ജോലിക്കാരിയുടെ കർത്തവ്യമല്ല കൃഷ്ണ ചെയ്തത്. അവളുടെ മരണത്തിന്റെ മുന്നിൽ നിന്ന്. ഓ മതി മതി, അവളെ കുറിച്ചുള്ള പുകഴ്ത്തലുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് ഇതിനേക്കാളും ബോറടിപ്പിക്കുന്ന വേറൊരു വിഷയമില്ല. സോ ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. മോളെ. ആ അമ്മേ. നവീൻ എന്തെടുക്കാ മോളെ? നവീനൊന്ന് മയങ്ങി. അപ്പൊ പിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാനൊന്ന് പുറത്തേക്ക് നിന്നു. മയക്കത്തിലായാലും മോള് കൂടെ ഇരിക്കുന്നതായിരിക്കും അവന്റെ സന്തോഷം. അല്ല നന്ദേട്ടാ?
മോൾ ഇന്നലെ എന്തോ വഴിപാട് നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ നവീന് വേണ്ടി. ആ അത് ഞാൻ ചെയ്യേണ്ട കാര്യാച്ചാ. നവീൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനത് ചെയ്തോളാം. അതെ, കഠിനമായിട്ടുള്ള എന്തെങ്കിലും വഴിപാടാണോ? അതൊന്നും അമ്മ അന്വേഷിക്കണ്ട. ഞാനേ കുറെ അമ്പലങ്ങളിൽ നേർച്ച നേർന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. സുമിത്രേ, ഉം. ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. ആ. നവീന്റെ കാര്യം അറിഞ്ഞിട്ട് വിളിക്കാന്നും പറഞ്ഞല്ലേ പോന്നത്. ഉം. എന്തായി നന്ദ? മോളെ കണ്ടു അമ്മേ. അത് കൃഷ്ണമോള് തന്നെയാ. നന്നായി. നവീന്റെ പേരില് ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ, അത് കഠിനമായ വഴിപാടാണോ എന്ന് സുഭദ്ര ചോദിച്ചപ്പോ അമ്മ അതേക്കുറിച്ചൊന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. കൺമുമ്പിൽ നിൽക്കുന്ന ഗാഥയാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലല്ലോ അമ്മേ. ഉം. അമ്പലങ്ങളും അവിടുത്തെ ചിട്ടകളും ഒക്കെ കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാം. അവക്കേ അറിയൂ. അപ്പോ ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല അമ്മേ. ഇവിടുന്ന് നവീനും കൃഷ്ണമോളും കൂടി വീട്ടിലെത്തട്ടെ. ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ, അങ്ങനെ ആവട്ടെ. ആ അമ്മേ, അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവുമല്ലോ. ഞാനേ വീട്ടിലൊന്ന് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അതിനെന്താ, എത്ര ദിവസമായി മോൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? ചെന്ന് അമ്മയെ കണ്ട് കുറച്ചു നേരം അമ്മയുടെ കൂടെ ചെലവഴിച്ചിട്ടൊക്കെ വന്നാ മതി. പുറത്ത് വണ്ടിയുണ്ട്. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. പക്ഷെ ഒരായുസ് കൊണ്ട് തരാവുന്ന സ്നേഹം അമ്മ എനിക്ക് തന്നു. എന്തു വെച്ച് മോളെ നിനക്ക്? ഒന്നുമില്ല, എനിക്ക് പറയണമെന്ന് തോന്നി. ഇനി ചിലപ്പം യാത്രയും ചോദിച്ച് എവിടേക്കോ പോകുന്ന പോലെയാണല്ലോ എന്റെ കുട്ടി. ദേ, അമ്മയുടെ അടുത്ത് പോയി കുളിയൊക്കെ കഴിയുമ്പോഴേക്കും നവീന്റെ ഡിസ്ചാർജിന് തീരുമാനമാവും. അത് കഴിഞ്ഞാ പിന്നെ നേരെ കളരിക്കലേക്ക്. പിന്നെയാ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തുടങ്ങാൻ പോകുന്നത്. ഞാൻ നവീനെ ഒന്ന് കണ്ടിട്ട് പോവാമേ. പാവം കുട്ടി, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സ്വയം വേദനിക്കാനേ അറിയൂ. എന്റെ മോന്റെ ഭാഗ്യം.